രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ള ആരോപണം തള്ളുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെളിവുകൾ ഹാജരാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല ഈ ആരോപണങ്ങളിൽ എന്ന് പറയുന്നു. വോട്ടേഴ്സിന്റെ സ്വകാര്യത അതിലേക്ക് കടന്നു കയറി രാഹുൽ ഗാന്ധി എന്നിങ്ങനെയുള്ള മറുവാദങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. ബൽറാം നെടുങ്ങാടി വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങളൊക്കെ തള്ളുകയാണല്ലോ കമ്മീഷൻ. എന്തൊക്കെ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് കമ്മീഷന്റെ മറുപടി? ബൽറാം. ഉന്മേഷ്, രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ടുകൊള്ള ആരോപണത്തെ പൂർണ്ണമായും തള്ളുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാധ്യമങ്ങളെ കണ്ടത്. അത് വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന പ്രക്രിയ കൃത്യമായി തന്നെ വിശദീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിഴവുകൾ ഒഴിവാക്കി വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് ബീഹാറിൽ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കിയത് എന്നാണ് വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടമകളിൽ നിന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ ഒളിച്ചോടില്ല. ഓരോ ഘട്ടത്തിലും എല്ലാവരുടെയും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നത്. പരാതികൾ ഉന്നയിക്കാൻ ബീഹാറിൽ ഇനിയും 15 ദിവസം ബാക്കിയുണ്ട്. ഈ ആരോപണങ്ങൾ നിലവിൽ ഈ വോട്ട് ചോരി എന്നതടക്കമുള്ള പദപ്രയോഗങ്ങൾ നടത്തി ഉന്നയിച്ച ആരോപണങ്ങൾ അത് ഭരണഘടനയെ അപമാനിക്കുന്നത് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭയപ്പെടില്ല എന്നും കടമകളുമായി മുന്നോട്ട് പോകും എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ വോട്ടർമാരുടെ ഫോട്ടോ ഉൾപ്പെടെ ഉപയോഗിച്ച് ദുരുപയോഗം നടത്തിയെന്നും വോട്ടർമാരെ രാഷ്ട്രീയ ആയുധമാക്കി എന്നുമുള്ള കടുത്ത വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് 7 ദിവസത്തിനകം സത്യവാങ്മൂലം സമർപ്പിച്ചില്ല എങ്കിൽ ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമായി കണക്കാക്കും. അതുകൊണ്ട് തന്നെ ഈ ആരോപണം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചവർ മാപ്പ് പറയണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആവശ്യപ്പെട്ടത്. അതായത് രാഹുൽ ഗാന്ധി ഈ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവുകൾ ഇതുവരെയും ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്ന് പരോക്ഷമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും 45 ദിവസത്തെ സമയമുണ്ട് കോടതിയെ സമീപിക്കാൻ. ആ സമയം ആരും പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അതിനുശേഷം മാസങ്ങൾ പിന്നിട്ട ശേഷമാണ് ആരോപണവുമായി രംഗത്ത് വരുന്നത് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 8 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതിനുശേഷമാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒന്നും തന്നെ കഴമ്പില്ല എന്നുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിശദീകരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പലയിടത്തും ഒരാളുടെ പേരുകൾ ആവർത്തിച്ച് വരുന്ന പിഴവ് സംഭവിച്ചേക്കാം. കാരണം അത് ഇന്ത്യയിൽ കുടിയേറ്റം ഏറെ നടക്കുന്ന സ്ഥലമാണ്. ജോലി ആവശ്യത്തിനോ മറ്റോ ആയി ഒരു ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കോ മറ്റിടങ്ങളിലേക്കോ ആളുകൾ താമസം മാറുന്നു. അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നു. അതുകൊണ്ട് തന്നെ പേരുകൾ വോട്ടർ പട്ടികയിൽ ആവർത്തിക്കപ്പെട്ടേക്കാം. എന്നാൽ ഒരാൾക്ക് ഒരു വോട്ട് മാത്രമാണ് ചെയ്യാൻ കഴിയുക എന്നും വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുന്നതും വോട്ട് ചെയ്യുന്നതും 2 വിഷയമാണ് എന്നുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വിശദീകരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഇടത്ത് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചേക്കാമെങ്കിലും വോട്ട് ഒരു തവണ മാത്രമാണ് ചെയ്യാനാകുക. അതിനെ എങ്ങനെയാണ് വോട്ട് ചോരി എന്ന് വിളിക്കുക എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. ഈ SIR നടപ്പാക്കുന്നത് പിഴവടച്ച രീതിയിലാണ് എന്നും ഓരോ വീട്ടിലും കയറി ഓരോ വ്യക്തിയെയും കണ്ട് ഫോം പൂരിപ്പിച്ച് വാങ്ങിയാണ് ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് എന്നുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. കൂടാതെ ഈ ഉയർന്ന മരണസംഖ്യ എങ്ങനെ കുറഞ്ഞ കാലത്തിനുള്ളിൽ ഉണ്ടായി എന്ന ചോദ്യത്തോട് കഴിഞ്ഞ 20 വർഷമായി രേഖപ്പെടുത്താതെ പോയ മരണങ്ങളാണ് ഒരുമിച്ച് ഇത്തരത്തിലൊരു പ്രക്രിയ നടപ്പാക്കിയപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംഖ്യകളുടെ രൂപത്തിൽ നിന്നും. അതാണ് ഈ ഉയർന്ന സംഖ്യയ്ക്ക് കാരണമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത്. ഭരണഘടനയനുസരിച്ച് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഇത്തരത്തിൽ വോട്ട് ചെയ്യാനോ MP ആയോ MLA ആയോ തിരഞ്ഞെടുക്കപ്പെടാനോ കഴിയൂ. ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് പശ്ചിമ ബംഗാളിൽ ഉചിതമായ സമയത്ത് ഈ വോട്ടർ പട്ടിക നടപ്പാക്കുന്ന കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഉണ്ടാകുമെന്നാണ് ജ്ഞാനേഷ് കുമാർ വിശദീകരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ എപ്പിക് നമ്പർ വഴി പരിശോധിക്കാൻ ഈ വോട്ടർ പട്ടിക പരിശോധിക്കാൻ കഴിയും.
ദേശീയ തലത്തിൽ തന്നെ നേരത്തെ നടത്തിയ പരിശോധനകളിൽ ഏതാണ്ട് ഒരേ എപ്പിക് നമ്പറുള്ള 3 ലക്ഷത്തോളം പേരെ കണ്ടെത്തുകയും അത് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് തന്നെ പലർക്കും ഒരേ എപ്പിക് നമ്പർ ഉണ്ടാകുന്നത് സംഭവങ്ങൾ വരെ കണ്ടെത്തിയിരുന്നു എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു. ഈ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എന്തുകൊണ്ട് ധൃതി കാണിക്കുന്നു എന്ന ചോദ്യത്തോട് വോട്ടർ പട്ടിക പരിഷ്കരിക്കേണ്ടത് തെരഞ്ഞെടുപ്പിന് മുമ്പാണെന്നും തെരഞ്ഞെടുപ്പിന് ശേഷമല്ല വോട്ടർ പട്ടിക പരിഹരിക്കേണ്ടത് യിലെ പിഴവുകൾ പരിഹരിക്കേണ്ടത് എന്നുമാണ് അദ്ദേഹം മറുപടി നൽകിയത്. ഓരോ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും വെബ്സൈറ്റുകൾ വഴി ഓഫീസർമാരുടെയും വെബ്സൈറ്റുകൾ വഴി വോട്ടർ പട്ടിക എപ്പിക് നമ്പർ ഉപയോഗിച്ച് പരിശോധിക്കാവുന്ന തരത്തിൽ അപ്ലോഡ് ചെയ്യണം, പ്രദർശിപ്പിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നും ഏതായാലും ഇന്നലെ തന്നെ കമ്മീഷന്റെ വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. ആ വാർത്താക്കുറിപ്പിൽ കമ്മീഷൻ ഏത് നിലയ്ക്കാണോ വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചത് അത് വിശാലമായ തലത്തിൽ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നു. ബൽറാം നെടുങ്ങാടി അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.